അസ്സലാമു അലൈക്കും. റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണേ. അപ്പോൾ ഇന്ന് അത്താഴത്തിന് വേണ്ടിയിട്ട് ഒരു 4:45 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം അത്താഴത്തിനൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് പുട്ടും മീൻകറിയാണ് കേട്ടോ. അതിനുശേഷം ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാങ്ക് കേട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബാങ്ക് കേട്ട് കുറച്ച് കഴിഞ്ഞ് നമസ്കരിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഹീസുട്ടൻ നല്ല ഉറക്കമാണ്. ഇന്ന് അത്താഴത്തിന് എഴുന്നേറ്റ സമയത്ത് തന്നെ ഹീസുട്ടനുള്ള കുറുക്കൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് നമസ്കരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഹീസുട്ടൻ നല്ല ഉറക്കമായതുകൊണ്ട് ഇന്ന് പേടിയില്ലാണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് നമസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഹീസുട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കാരണമായിരിക്കും ഇന്ന് നല്ല ഡീപ്പ് സ്ലീപ്പ് ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ട് ധൈര്യത്തോടു കൂടി അവൻ്റെ അടുത്തിരുന്ന് തന്നെയാണ് നമസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഖുർആനൊക്കെ ഓതിയിട്ട് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് വോയിസ് ചെയ്യാൻ പോകുന്നത് മുകളിലിരുന്നിട്ടാണ് കേട്ടോ. കാരണം സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എഴുന്നേൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മുകളിൽ പോയിരുന്ന് വോയിസ് ചെയ്യാനായിട്ട് പോകുകയാണേ. അപ്പോൾ വോയിസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഓതിയിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നേരം ചെറുതായിട്ട് വെളുത്ത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ പുറത്തുള്ള കാഴ്ചകൾ കുറച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. മിനിങ്ങാന്നത്തെ അത്രയ്ക്ക് മഴയില്ലായിരുന്നേ. എങ്കിലും രാവിലെ കാണാനായിട്ട് നല്ല മഞ്ഞ് മൂടിയിട്ടുള്ള നല്ല മഴത്തുള്ളികളൊക്കെ വീണ് കിടക്കുന്ന നല്ലൊരു രാവിലെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തു. അതിന് ശേഷം പതുക്കെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നേ. മുകളിലിരുന്നിട്ടാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് വോയിസ് ഓവർ ചെയ്യുന്നത്. താഴെ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കോഴിയുടെ കരച്ചിലുണ്ടാവും, കാക്കയുടെ കരച്ചിലുണ്ടാവും, അങ്ങനെ എല്ലാം നല്ല ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുമേ. മുകളിൽ അത്രയും പ്രശ്നമില്ല, ജനലൊക്കെ അടച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഇരുന്ന് വോയിസ് ചെയ്യാറുള്ളത്. എങ്കിലും കേൾക്കും കേട്ടോ. ഇന്നലത്തെ വോയിസ് ഓവറിലൊക്കെ ഫുള്ള് കോഴിയുടെ കൂവലൊക്കെ ആയിരുന്നേ. അപ്പോൾ അതൊക്കെയാണ് വോയിസ് ഓവർ ചെയ്യുമ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങൾ. രാത്രിയിൽ വോയിസ് ഓവറൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള നോയ്സ് ഒന്നും കാണില്ല. പക്ഷേ വല്ലാതെ ക്ഷീണമാണ് കേട്ടോ. പിന്നീട് വന്ന് കിടക്കുന്ന സമയത്ത് രാത്രിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പേടിയാവും മാറി നിന്നിട്ട് വോയിസ് ചെയ്യാനൊക്കെ. മുകളിൽ പോകുന്ന സമയത്ത് ഒരു സമാധാനം കാണില്ല. ഹേസുട്ടൻ ഉണരുമോ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷേ രാവിലെ ആണെന്നുണ്ടെങ്കിൽ എന്തോ പിന്നീട് അങ്ങോട്ട് പതുക്കെ നേരം വെളുക്കുന്ന സമയമായതുകൊണ്ട് അത്രയും ടെൻഷൻ ഉണ്ടാവില്ല. രാത്രി ആകുമ്പോൾ എനിക്കെന്തോ പേടിയാണ്. അങ്ങനെ വോയിസ് ഓവറൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹീസുട്ടിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഞാൻ ഓടി വന്നു കേട്ടോ. വന്ന സമയത്ത് ആൾ നല്ല കരഞ്ഞ് കണ്ണീരൊക്കെ വന്ന് ഭയങ്കര സങ്കടത്തിലിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അതൊക്കെ ഭാഗ്യത്തിന് വോയിസ് ഓവറൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്തായിരുന്നു കേട്ടോ അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പരിപാടിയൊക്കെ നിർത്തി വെച്ചിട്ട് ഹീസുട്ടിൻ്റെ കൂടെയായിരുന്നു. ഹീസുട്ട് ഇപ്പോൾ ഹാപ്പി ആയത് എന്താണെന്നോ, ഞാൻ പൈസ കൊടുത്തപ്പോഴാണ് കേട്ടോ. ഇന്നലെ രാത്രിയിൽ എവിടെന്നോ ഒരു 5 രൂപ തൊട്ട് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കോയിൻ. പക്ഷേ വായിലിടുമെന്നുള്ള പേടി കാരണം ഞാൻ കൊടുക്കാറില്ല. പക്ഷേ ചില സമയത്ത് വായിലിടും. ഇപ്പോൾ അങ്ങനെ പറഞ്ഞ് പേടിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ആളിപ്പോൾ ഡീസൻ്റ് ആണ്. ഇപ്പോൾ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ ഉറങ്ങുന്നത്. ഇപ്പോൾ രാത്രിയിൽ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അത് തിരക്കും കേട്ടോ. കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് നോക്കും. അപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായി മറന്നിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ എടുത്ത് കൊടുത്തപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഒരു 7-7:30 ആയ സമയത്താണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് വൈറ്റമിൻ ഡി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പുറത്തേക്കൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വാപ്പച്ചി ഉമ്മച്ചി എഴുന്നേറ്റ് കേട്ടോ. നമ്മളൊരു 10 മണി വരെയൊക്കെ ഉറങ്ങുന്നതാണ് നോമ്പ് സമയത്ത് നോർമലി. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ, ഹേസുട്ടൻ ഉള്ളത് കൊണ്ടും അല്ലാണ്ട് വാപ്പച്ചി ഇപ്പോൾ സുഖമില്ലാതിരിക്കുന്നത് കൊണ്ടും മെഡിസിനൊക്കെ കൊടുക്കുന്നത് കൊണ്ടും നമ്മളിപ്പോൾ നേരത്തെ എഴുന്നേക്കും. അങ്ങനെ ഹേസുട്ടനുള്ള കുറുക്കൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം വാപ്പച്ചിക്കുള്ള ഓട്സ് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നേരം കൂടി ആ ഒരു വോയിസ് ഓവർ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആൾ ദേ ഇവിടെ ഡ്രോയറൊക്കെ തല കുത്തി താഴെ ഇട്ടിട്ട് ഇതാ അവിടെ നിന്ന് കളിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്ന് ഇതെല്ലാം ഇനി ശരിയാക്കാനായിട്ട് എത്ര നേരം എടുക്കുമെന്നാണ് പെട്ടെന്ന് ആലോചിച്ചത്. അങ്ങനെ 2 വഴക്ക് കൊടുത്ത സമയത്താണ് ഈ അഭിനയമൊക്കെ കാണിക്കുന്നത്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവന് പഴമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്നാക്ക് ടൈമിൽ. പഴമൊക്കെ കൊടുത്തതിന് ശേഷം പിന്നീട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്കുള്ള പണികളൊക്കെ തീർക്കാമെന്നേ. അപ്പോൾ ഞാനും ഉമ്മച്ചിയും കൂടെ പെട്ടെന്ന് തന്നെ അവിയലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു അവിയലിൻ്റെ പണികൾ. അപ്പോൾ അവിയൽ വെച്ചിട്ടുണ്ട്, മീൻകറി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മീൻ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതെടുത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അവിയലും മീനും ചോറും കൂടെ ആയിട്ട് ഹിസുട്ടന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ആൾ പുറത്തൊക്കെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ കുളിപ്പിച്ച് കൊടുത്തു കേട്ടോ. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായിട്ട് വന്നിട്ടും വീണ്ടും പൂച്ചയുടെ കൂടെ കളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. കതക് അടച്ചു കഴിഞ്ഞാൽ ആൾ കരച്ചിലാണ്. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാനും പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഫ്രഷായി റെഡിയായിട്ട് ഇരിക്കുകയാണ്. അതിനുശേഷം ദോഹറൊക്കെ നമസ്കരിച്ചതിന് ശേഷം കുറച്ച് നേരം ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഉറങ്ങാത്തതുകൊണ്ട് നല്ലൊരു ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഹേസുട്ടിന് ഒരു മുട്ടയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇഫ്താറിനുള്ള പണികളൊക്കെ ചെയ്ത് വെച്ചേ. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ചോറിൻ്റെ പണികളൊക്കെ തീർത്ത് വെച്ചതുകൊണ്ട് മെയിൻ ഫുഡൊക്കെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ മധുരക്കിഴങ്ങും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു. ഇപ്പോൾ പൊരിപ്പില്ലാത്തത് കുറച്ച് ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. കാരണം വാപ്പച്ചിക്ക് കഴിക്കാൻ പാടില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഒരുപാട് കഴിക്കരുത് എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ പറയുകയും കൂടെ ചെയ്തതുകൊണ്ട് ആൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇപ്പോൾ കഴിക്കാനായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ മാത്രം കഴിക്കേണ്ട എന്നുള്ളൊരു രീതിയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഫ്രൈഡ് ഐറ്റംസൊക്കെ എല്ലാ ദിവസവും ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ തുറന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു നോമ്പ് തുറന്നത്. നോമ്പില്ലാത്തൊരു കുഞ്ഞി കള്ളൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഹീസുട്ടൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ നമസ്കരിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നമസ്കരിച്ചതിന് ശേഷം കുറച്ച് നേരം ഖുർആൻ ഓതിയിട്ടുണ്ടായിരുന്നു. ഞാൻ നമസ്കരിക്കുന്ന സമയത്ത് ഇതേപോലെ എപ്പോഴും മുസല്ലയിൽ കയറി കിടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമസ്കാരക്കുപ്പായ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ കരച്ചിലാണ്. പിന്നെ മുസല്ല എടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ കരച്ചിലാണ്. പിന്നീട് എൻ്റെ കൂടെ ഇരിക്കലായിരുന്നു. പിന്നീട് ഖുർആൻ ഓതുന്ന സമയത്ത് അവൻ്റെ ഭാഷയിൽ തന്നെ ചുമ്മാ അലയ്ക്കുമായിരുന്നു. ഇതൊക്കെ ഓരോന്നും ഇങ്ങനെ കണ്ട് വരുന്ന സമയത്ത് റെഡിയാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കാറുണ്ട്. പിന്നെ മുസല്ലയിൽ ഇതേപോലെ കിടക്കാറുണ്ട്. ഇപ്പോൾ ആൾ ആ ഒരു മൈൻഡ് മാറി വരുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ എടുത്തിടുന്ന സമയത്ത്. അവന് വേറെ ആരോ ആയിട്ട് തോന്നും ഞാൻ നിസ്കാരക്കുപ്പായൊക്കെ എടുത്തിടുന്ന സമയത്ത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ആൾക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് സഹകരിക്കാറുണ്ട്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് മൈൻഡ് മാറുമ്പോൾ മുസല്ലയൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. അങ്ങനെ നമസ്കരിച്ച് ഖുർആനൊക്കെ ഓതിയതിന് ശേഷം ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമസ്കരിച്ച് ഖുർആനൊക്കെ ഓതിയിട്ട് വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ചോറും മീൻകറിയും അവിയലും പിന്നെ ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഉണ്ടായിരുന്നേ. ഒരു ബുൾസൈ പോലെ ആക്കിയിട്ട് അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും കഴിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അവിയലും മീൻകറിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യം 2-3 ഉരുള അങ്ങനെ ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊതിച്ചോറ് കഴിക്കാനായിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഈ നോമ്പിനെല്ലാം അല്ലാണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ചിട്ട് റെഡിയാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നങ്ങനെ കഴിക്കാൻ തോന്നി. എന്തായാലും ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മച്ചി മധുരക്കിഴങ്ങിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഹീസുട്ടന് കുറുക്ക് കാച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഹെൽത്ത് മിക്സ് ആയിരുന്നു കേട്ടോ വൈകിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹെൽത്ത് മിക്സൊക്കെ റെഡിയാക്കി ഇതാ ചൂട് മാറാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറുക്ക് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഹേസുട്ടിന് കുറുക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉമ്മച്ചിയും വാപ്പച്ചിയും മധുരക്കിഴങ്ങ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇന്ന് മധുരക്കിഴങ്ങ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ചോറ് കഴിച്ചുകൊണ്ട് മധുരക്കിഴങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല മധുരമുള്ള മധുരക്കിഴങ്ങാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ചോറ് കഴിച്ചിട്ട് നല്ല വയറ് ഫില്ലായിട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ കഴിക്കാനായിട്ട് നിന്നില്ല. ഹീസുട്ടൻ കുറച്ചധികം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് കളി തന്നെയായിരുന്നു.
അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമസ്കരിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, തറാവി നമസ്കരിക്കാനായിട്ട്. ഇന്നെന്തായാലും എൻ്റെ കുട്ടൻ ഡീസൻ്റ് ആണ് കേട്ടോ. ഞാൻ നമസ്കരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് എനിക്ക് ഉമ്മയൊക്കെ തന്നു, നല്ല കുട്ടിയായിട്ട് ദുആയൊക്കെ ചെയ്യുന്നത് വരെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. ചില ദിവസങ്ങളിൽ ഞാൻ നമസ്കരിച്ച് ഇറങ്ങും, ഓൺ ദി സ്പോട്ടിൽ തന്നെ മുസ്ലിലേക്ക് മടക്കിയിട്ട് ഇറങ്ങി ഓട്ടമാണ് കേട്ടോ. അവനെ എടുക്കാനുള്ള ഓട്ടം ആയിരിക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ ഫ്രണ്ടിൽ കിടന്നങ്ങ് കരഞ്ഞു കളയും. ഇപ്പം കുറച്ചുകൂടി അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും അവൻ്റെ ചേഞ്ചസ് ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഓരോ ദിവസവും ചില കാര്യങ്ങൾക്ക് വാശി കാണും, ചില കാര്യങ്ങൾക്ക് വാശി പിടിച്ചാലും നടക്കില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഓരോ ചേഞ്ചസ് ആണ്. അപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കുഞ്ഞിലായിരുന്ന സമയത്ത്, അതായത് സൗദിയിലായിരുന്ന സമയത്തൊക്കെ ആ ഒരു വയസ്സിൻ്റെ ആ ഒരു ടൈമിലൊക്കെ ഖുർആൻ ഓതുമ്പോൾ വന്ന് ശ്രദ്ധിച്ചിരിക്കും, ഞാൻ ഓതുന്നത് നോക്കിയിരിക്കും. എന്നിട്ട് അവനും ചുമ്മാ അലയ്ക്കുമായിരുന്നു. എൻ്റെ ബ്ലോഗ് കണ്ടവർക്കറിയാം, സൗദിയിൽ അവൻ ഖുർആൻ ഓതുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അവൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ ഇങ്ങനെ പറയും. നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്, പക്ഷേ അത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ട് നിന്ന സമയത്ത് കുട്ടിക്ക് ഖുർആൻ വേണം. അപ്പോൾ എന്നെ ഓതാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ഓതാൻ വേണ്ടിയിട്ട് ഖുർആൻ എടുത്തുകൊണ്ട് പോകലായിരുന്നു. അങ്ങനെ ഞാൻ അവന് കുഞ്ഞ് ഖുർആൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതും കൊണ്ടായിരുന്നു കുറച്ച് നേരം നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ മദ്രസയിൽ ഓതിക്കൊണ്ടിരുന്ന സമയത്തുള്ള ഒരു ഖുർആനാണ് കേട്ടോ. എനിക്ക് ആരോ വന്ന് ഗിഫ്റ്റ് ചെയ്തതും കണ്ടെയാണ്. അപ്പോൾ അത് ഞാൻ ഹീസൂട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം നടന്നു. പക്ഷേ കുട്ടിക്ക് വലിയ ഖുർആൻ തന്നെ വേണം. അത് ഖുർആനായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അതങ്ങടുത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും എൻ്റെ ഖുർആൻ തന്നെ നോക്കിയിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. എനിക്കത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യമൊക്കെ എടുത്ത് പേനയിട്ട് വരയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹീസൂട്ട ഇപ്പോൾ വന്നിട്ട് ഉമ്മയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് മറക്കല്ലേ. വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ, ലവ് യു ഓൾ.